തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പന്നീർശെൽവം മുന്നണി വിട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്റ്റാലിനുമായി കൂടിക്കാഴ്ചയും നടത്തി. ഇത് കേന്ദ്ര ഭരണകക്ഷിയായ NDA സഖ്യത്തിന് കനത്ത പ്രഹരമാകും. NDAയിൽ OPS പക്ഷം ഒറ്റപ്പെടുന്നുവെന്ന തോന്നലാണ് നാടകീയമായ ഈ പിന്മാറ്റത്തിന് കാരണമെന്നാണ് വിവരം. പന്നീർശെൽവം നയിച്ചിരുന്ന വിഭാഗമാണ് ഇപ്പോൾ NDA പക്ഷം വിട്ടിരിക്കുന്നത്. കമ്മിറ്റിയുടെ മുതിർന്ന നേതാവും ഉപദേഷ്ടാവുമായ പൻറുട്ടി S രാമചന്ദ്രനാണ് തീരുമാനം അറിയിച്ചത്. ഇനി മുതൽ NDA സഖ്യത്തിന്റെ ഭാഗമാകില്ലെന്ന് രാമചന്ദ്രൻ അറിയിച്ചതായി റിപ്പോർട്ട് ചെയ്തു. കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് പന്നീർശെൽവം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഭാവിയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് സഖ്യം സംബന്ധിച്ച വിഷയത്തിൽ വിഭാഗം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തമിഴ്നാടിനുള്ള 2151 കോടി രൂപ സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ട് തടഞ്ഞുവെച്ചതിന് BJP നേതൃത്വത്തിലുള്ള കേന്ദ്രത്തെ OPS അപലപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം അനുശാസിക്കുന്ന ത്രിഭാഷ നയത്തെ സംസ്ഥാന സർക്കാർ എതിർത്തതിനാലാണ് ഫണ്ട് തടഞ്ഞുവെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇത് DMKയ്ക്ക് ഒപ്പം കൈകോർക്കാനുള്ള നീക്കമാണ് എന്ന അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിജയുടെ TVKയ്ക്കൊപ്പം OPS പക്ഷം ചേരുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ സമയമാകുമ്പോൾ എല്ലാം അറിയിക്കാമെന്നായിരുന്നു പന്നീർശെൽവത്തിന്റെ മറുപടി.